മുകളിലോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കൊട്ടവഞ്ചി സവാരി. പക്ഷേ ആരും താഴോട്ട് നോക്കാൻ കണ്ണുനീര് വെള്ളം അടിപൊളി കുളിക്കാൻ. നമ്മളെ ഷട്ടർ തുറന്നിട്ട് താണ്ട പൈപ്പ്, 2 പൈപ്പ് വഴി എങ്ങനെ വെള്ളം പോവേ. കൃഷി ആവശ്യം കാലത്തെ ഷട്ടറിൻ്റെ സംഭവങ്ങൾ നമുക്ക് എന്തല്ലേ. ടർബൈനെന്ന് പീച്ചിപ്പാറ ഡാമിൻ്റെ ഡാമാണ് കേട്ടോ. ആ വെള്ളച്ചാട്ടം സൂപ്പർ. പോയിട്ട് തിരിച്ചു വരാം നമുക്ക്. അതാണ്ട് ഇവിടെ ഹോട്ടൽ ഞാൻ പറഞ്ഞ. അപ്പം നമുക്ക് അവിടെ നമ്മൾ ആ വെള്ളച്ചാട്ടം കണ്ടെടുത്ത് തന്നെ ഒരു ഹോട്ടലുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ ഒരു ഹോട്ടൽ അവിടെയാണെന്ന് തോന്നുന്നു. 2 ഹോട്ടലുണ്ട്. അപ്പം ഉച്ചയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലഞ്ച് സമയമൊക്കെ ആകുമ്പോൾ അവിടെ നിന്ന് ഉണ്ണാൻ പറ്റും. ഫ്രണ്ടിലോട്ടൊരു വെള്ളച്ചാട്ടം കാണിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ഒരു ഇച്ചിരി തണുപ്പടിക്കുന്നല്ലേ. ഇപ്പം നമ്മൾ കുറച്ച് ഉയരത്തിലൊക്കെ കയറി, അതിൻ്റെ തണുപ്പാണ്. കുറച്ച് നല്ല തണുപ്പടിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ നല്ല റോഡ് തീരാറായെന്ന് തോന്നുന്നു കേട്ടോ. മെറ്റിലിട്ട ഓഫ് റോഡാണ്. ഓഫ് റോഡല്ല, കോൺക്രീറ്റ് വഴിയാണത്. അപ്പോൾ അവിടെ എന്തോ എന്തൊക്കെ ഉണ്ടല്ലോ. വീണ്ടും താറിട്ട റോഡ്. നമ്മളൊരു ഇരുമ്പ് പാലം. ഇവിടെ ഒരു വാട്ടർഫാൾസ് അല്ല, ഒരു അരുവിയാണ് ഉണ്ടോ. ഇവിടെ ഒരു ചെറിയ ക്ഷേത്രമൊക്കെ ഉണ്ട്. കൊള്ളാം, നല്ല രസമുള്ള സ്ഥലം. ഇവിടെ കുറച്ച് പഴയ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇടിഞ്ഞു പൊഴിഞ്ഞ് കിടക്കുന്ന ആൾതാമസമൊക്കെ ഉണ്ട്, ആൾക്കാരൊക്കെ ഉണ്ട്. റേഷൻ കട ആണ്ട ഒരു കുറച്ച് വീടുകളിലൊക്കെ ആൾ താമസമുണ്ട്. ഇവിടുത്തെ റോഡാണ് പൊളി കേട്ടോ. അടിപൊളി റൂട്ട് കേട്ടോ. നമുക്ക് വിട്ടങ്ങനെ പോകാം. പുതിയ റോഡാണ് കേട്ടോ. പണിയെല്ലാം കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കിടക്കുകയാണ് റോഡ്. കൊള്ളാം, നല്ല റോഡ്. ഇതിലേക്കിടെയൊക്കെ മഴത്ത് കുറച്ചും കൂടെ വൈബായിരിക്കും, കുറേ കൂടെ പച്ചപ്പൊക്കെ ആയിരിക്കും.
ഇവിടെ മഴ പെയ്തിട്ടുണ്ട്. നമ്മളെ കേരളത്തിൽ മഴ പെയ്യുമ്പോൾ ഇവിടെ വരണം. ഈ വളവൊക്കെ ഉള്ളിടത്ത് കോൺക്രീറ്റ് ചെയ്തിരിക്കുക. ഈ കോൺക്രീറ്റ് ഡ്യൂപ്ലിക്കേറ്റ് പണിയാണ് കേട്ടോ. സിമെൻ്റ് ഇല്ലാതെ കോൺക്രീറ്റ് ചെയ്ത പരിപാടിയാണ്. അതാണ് പെട്ടെന്ന് ഇളകി പോണത്. ഏതാണ്ട് മല കയറിക്കൊണ്ടിരിക്കുക നമ്മൾ. ഇതാ ഒരു വള്ളി റോഡിൻ്റെ കുറുകെ കിടക്കുന്ന നോക്കെ. ഒരു ഭയങ്കര വള്ളി. ഇത് കുറേ ആയി. ഏതാ മല കയറിക്കൊണ്ടിരിക്കുക. കുറച്ച് എയർപിൻ വളവുകളൊക്കെ ഉണ്ട്. കൊള്ളത്തില്ല. ഇത് ഡ്യൂപ്ലിക്കേറ്റ് പരിപാടിയായിപ്പോയി. സിമെൻ്റ് ഇടത്തില്ല. സിമെൻ്റ് കുറച്ചിടും. സിമെൻ്റ് കുറച്ചിടുമ്പോഴത്തേക്ക് ഇത് ഇളകിപ്പോവും. മറന്നുപോയി കാണും. ഒരു പുലിയോ ഒരു സിംഹമോ നമ്മുടെ മുന്നിൽ വന്നായിരുന്നെ ഒന്ന് കാണാമായിരുന്നു. ഒരു കൊതി കൊണ്ടാണ്. ദാണ്ടെ ഒരു വെള്ളച്ചാട്ടം. ഒരു കുഞ്ഞു വെള്ളച്ചാട്ടം. അത്യാവശ്യം കിടന്ന് കുളിക്കാം. നോക്കേ, പാറയുടെ മുകളിൽ കിടക്കണം. ഏതാ പറമ്പിൽ നിന്ന് ഒഴുകി വരുന്ന ഒരു വെള്ളച്ചാട്ടമാണത്. നോ ഐഡിയ. അവിടെ കൊക്കയാണ് കേട്ടോ അപ്പുറ സൈഡ്. എന്നാ താഴ്ച. ഞാൻ നിങ്ങളുടെ വീഡിയോ കാണിക്കുന്നെങ്കിലേ ഫ്രണ്ടിലോട്ട് നോക്കിയാലേ പണി കിട്ടും. അവിടെ ഭയങ്കര താഴ്ച. ഇവിടെ കുറച്ച് ഗ്രാമങ്ങൾ, ഇവിടുത്തെ കുറച്ച് വീടുകളൊക്കെ ഉണ്ടെന്നോ. കുറേ തമിഴ്നാട് സ്റ്റൈലിലുള്ള കുറച്ച് വീടുകൾ. ഇവിടെ ഒരു അമ്പലവും. കൊള്ളാം കൊള്ളാം, നല്ല സ്ഥലം. ഇതൊരു പാലമാണ്. നമ്മുടെ നെയ്യാർ ഡാമിൻ്റെ കണക്കുള്ളൊരു പാലം. അത് കണക്കൊക്കെ ഏകദേശം. കുറച്ച് ആൾക്കാർ താഴെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നു. നമ്മൾ മുകളിൽ നിൽക്കുന്നു. നല്ല കണ്ണുനീര് പോലുള്ള വെള്ളം. താഴോട്ട് നോക്കാൻ എന്നാ കണ്ണുനീര് വെള്ളം. അടിപൊളി. കുളിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. വെള്ളമില്ല, വലുതായിട്ട് വെള്ളമില്ല, എന്നാലും നമുക്ക് മുങ്ങി കുളിക്കാൻ പറ്റിയ സ്ഥലമാണിത്. മഴയത്തൊന്നും വന്ന് ആരും ഇറങ്ങരുത്. പ്രത്യേകിച്ച് ഞാൻ ഈ കാണിക്കുന്ന സ്ഥലത്തൊന്നും വന്ന് ആരും ഇറങ്ങരുത്. വഴിയില്ല ഇതിലേക്കടെ. അപ്പോൾ ഇവിടെ ഒന്നും ഇറങ്ങണ്ട, കണ്ടിട്ട് പോകാം, അത്രേ ഉള്ളു. അപ്പോൾ ഈ പാലമാണിത്, കണ്ടോ. വഴിയൊക്കെ ഉണ്ട്, ഇറങ്ങി ചെന്ന് പെട്ടുപോരുത്. ഫ്രണ്ടിൽ തന്നെ ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ഏക പോസ്റ്റ് ഓഫീസായിരിക്കും അത്. അപ്പോൾ ഇവിടുത്തെ ഒരു ആൽമരം കണ്ട, എന്നാ വലിപ്പം നോക്കേ. ഫുള്ള് വേരുകൾ. മുട്ടൊരാൽമരം.
അപ്പോൾ അങ്ങോട്ട് ഇവിടുത്തെ ഒരു പവർ ഹൗസൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് അങ്ങോട്ട് പോകാനുള്ള പെർമിഷൻ ഇല്ല. ഇവിടെ അങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. പ്രൊട്ടക്റ്റ് ഏരിയയാണത്, അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ഇവിടെ ഒരു മുസ്ലിം പള്ളിയുണ്ട്. കുറേ ആ കൊള്ളാമായിരുന്നില്ല. തിരിച്ചെരുപ്പ് എടുക്കാം. ഓ ഉണ്ടായിരുന്നു, ഇപ്പോഴും കാണത്തില്ലായിരിക്കും. അപ്പോൾ ഇവിടുത്തെ റോഡുകളൊക്കെ ഉണ്ടോ, ഇങ്ങനെയുള്ള റോഡുകളാണ്. നമ്മളെ നല്ല റോഡുകളൊക്കെ തീർന്നെന്ന് തോന്നുന്നു. ഇനി ഫുള്ളും ഓഫ് റോഡും ഇത് കണക്കുള്ള അല്ലല്ല, വെള്ളച്ചാട്ടം കണ്ടേ, ഇതിവിടം വരെയുള്ള വഴിയായിരിക്കും. എങ്ങോട്ടാ എഴുതിയിരിക്കുന്നത്? കോതയാർ. അങ്ങോട്ടാ. ഇവിടെ ബസ് വരും കേട്ടോ. താണ്ട് ഈ ഹോട്ടലും ഇവിടെ ഈ ഹോട്ടലുണ്ട്. ഞാൻ പറഞ്ഞ ഈ ഹോട്ടലാ. ആ തമിഴ്നാട്ടിലെ മാഞ്ചോലയുടെ താഴത്തേല് ഇവിടെ താഴെ വേറെ ബോർഡൊക്കെ. ആ പണ്ടത്തെ ബംഗ്ലാവിൽ പോണ വഴി വെള്ളച്ചാട്ടത്തിന്റെ പോണ ബംഗ്ലാവുണ്ട്. കോതയാർ എത്തിയപ്പോൾ എന്താ ഇവിടെ ഒരു ബംഗ്ലാവ് ഉണ്ട് കേട്ടോ. പഴയ കാലത്തെ ഒരു ബംഗ്ലാവ്, പക്ഷെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് ഇവർ. നല്ല വൃത്തിയൊക്കെ ഉണ്ട്. ഒരു പൂന്തോട്ടമൊക്കെ ഉണ്ട് കേട്ടോ. ഉള്ള നല്ല രസമുണ്ട് ഇത് കാണാൻ. പണ്ട് കാലങ്ങളിലൊക്കെ വന്നിരുന്ന് കാറ്റ് കൊള്ളുന്ന സ്ഥലങ്ങളാണ്. പണ്ട് ഇവിടുത്തെ കോൺക്രീറ്റ് ചെയറുകളൊക്കെ കണ്ടു പണ്ടുള്ള കാലങ്ങളിൽ. പണ്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോകുമ്പോൾ ഇത് കണക്കുള്ള ചെയറുകളൊക്കെ അവിടെ കാണും. കണ്ടോ, ഇത്ര കാലത്തെ പഴക്കമുണ്ട് ഇതൊക്കെ. അപ്പോൾ ഇതാണെന്ന് തോന്നുന്നു പഴയത്. അതെനിക്ക് തോന്നുന്നു ഇത്ര പഴക്കം തോന്നുന്നില്ല. ഒരു വ്യൂ നോക്കേ, നല്ല ഭംഗിയുണ്ട്. അവിടെ അങ്ങൊരു ഡാം കണക്ക് കാണുന്നു. എൻ്റെ മുകളിൽ നമ്മുടെ കാണുന്നുണ്ടോ, ഒരു ഡാം കണക്ക് കാണുന്നുണ്ടോ അവിടെ. ഏറ്റവും മുകളിലായിട്ടൊരു ഡാം കണക്ക് കാണുന്നുണ്ട്. നമ്മുടെ മാഞ്ചോലൈ എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ, ഒരു ഫോറസ്റ്റ് ഏരിയ ആണ്. നമുക്കിപ്പോൾ അങ്ങോട്ടൊന്നും പോകാനൊന്നും ഒക്കത്തില്ല, കാറിലും ബൈക്കിലും ഒന്നും പോകാക്കത്തില്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് അവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് മാഞ്ചോലയുടെ കുറേ ഭാഗങ്ങളൊക്കെയാണത്. ഇവിടുത്തെ മലകളൊക്കെ നോക്കേ, കൊള്ളാമല്ലേ. അങ്ങനെ കോതയാർ വന്ന് നമ്മൾ വാട്ടർഫാൾസിലോട്ട് അങ്ങനെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. താണ്ട ഒരു ഓഫ് റോഡാണ്, ഫുള്ള് ഓഫ് റോഡ്, കല്ലും മണ്ണും നിറഞ്ഞ ഒരു വഴിയാണ് കേട്ടോ. ഫുള്ളും ഇതേ കണക്ക്. ഞാനിപ്പോൾ കോതയാർ വാട്ടർഫാൾസിൻ്റെ അടുത്തെത്തി കേട്ടോ. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വെള്ളച്ചാട്ടം കഴിഞ്ഞിട്ടുള്ള ഒരു റോഡ് മുറിച്ചിട്ടുള്ള ഒരു സ്ഥലമാണിത്.
നമ്മളെ ഷട്ടർ തുറന്നിട്ട് താണ്ട് രണ്ട് പൈപ്പ് വഴി എങ്ങനെ വെള്ളം പോവേ. കൃഷി ആവശ്യത്തിനുള്ള വെള്ളമാണ് കേട്ടോ അത്. അപ്പോൾ ഇതിങ്ങനെ പോവേ. എന്തൊരു പവർ നോക്കേ, അടിപൊളി. അതിൻ്റെ ആ പവർ നമ്മളെ മുഖത്ത് വന്നടിക്കുന്നു. ആ വെള്ളത്തിൻ്റെ ആ ചീതാനം നമ്മുടെ മുഖത്ത് വന്നടിക്കുന്നുണ്ട്. സ്പ്രേ കണക്ക്. രണ്ട് ഭാഗം ഇതാണ് കേട്ടോ. നമ്മൾ കയറി വന്ന ഇതുവഴിയാണ്. ഇവിടുത്തെ വ്യൂ ഇതാണ്. അടിപൊളി വ്യൂ ആണ്. അടിപൊളി ഭംഗിയുള്ള സ്ഥലമാണ്. മുകളിലോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് സ്റ്റെപ്പൊക്കെ കയറി വേണം മുകളിലോട്ട് വരാൻ. കാലത്തെ ഷട്ടറിൻ്റെ സംഭവങ്ങൾ നോക്ക്. എന്തോ അല്ലേ, ടർബൈനെന്നോ ആണോന്ന് അറിയാൻ പറ്റില്ല. ആണെന്ന് തോന്നുന്നു. എന്തോ എനിക്കറിയത്തില്ല. അത് ഭയങ്കരമായ ഇരുമ്പിൻ്റെ സാധനങ്ങൾ. ഇതേ ആ പല്ലും മുള്ളുമൊക്കെ നോക്കുക. അതിൻ്റെ സൂപ്പർ. അതേതാണ്ട് മേഡ് ഇൻ ഇംഗ്ലണ്ടിൻ്റെ സാധനമാണ്. ബ്രിട്ടീഷുകാർ കൊണ്ടുവച്ച സാധനങ്ങൾ അതെല്ലാം. രാമവർമ്മ ശ്രീമൂലം തിരുനാൾ. നമ്മുടെ കോതയാറിൻ്റെ വലിപ്പം നോക്കി എന്നെ കേട്ടോ. കൊട്ടവഞ്ചി സവാരി. പക്ഷേ ആരും ഉത്തരവാദിയൊന്നുമല്ല, സർക്കാർ ഉത്തരവാദിയൊന്നുമല്ല. ഇതിൽ കയറരുതെന്നാണ് പ്രത്യേകം പറഞ്ഞിട്ടുള്ളത്. പിന്നെ സ്വന്തം റിസ്കിൽ സവാരി യാത്ര ചെയ്യാം, അത്രയേ ഉള്ളൂ. അത് ഫുള്ളും കൊട്ടവഞ്ചിയാണ്. അതാണ്ട് ഇവിടെ വള്ളങ്ങളൊക്കെ ഉണ്ട്, ബോട്ടുകളൊക്കെ ഉണ്ട്. ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ഡാമിൻ്റെ റിസർവറിനകത്തൂടെ ഇറങ്ങി നടക്കുന്നത് തന്നെ കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. അടിപൊളി സൂപ്പർ. കണ്ടോ ഇവിടുത്തെ കണ്ടോ, ഇത് ഫുള്ളും ബോട്ട് സർവീസാണ്. പ്രൈവറ്റാണ് കേട്ടോ. ഒരുപാട് ബോട്ടുകൾ കിടപ്പുണ്ട് കേട്ടോ. എല്ലാം ഈ പ്രൈവറ്റ് കമ്പനികളാണ്. പ്രൈവറ്റ് ആൾക്കാർ നമ്മളെ ഇവിടെ മൊത്തം കുറച്ചും ചുറ്റിക്കറക്കും. ഞാൻ ചോദിച്ചപ്പം 500 രൂപ 600 രൂപയൊക്കെ ആവുമെന്നാണ് പറഞ്ഞത്. പിന്നെ 20 രൂപ 40 രൂപ എന്നൊക്കെ പറഞ്ഞു. ഒരാൾക്ക് 20 രൂപ. അതെന്തോ സംഭവം എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ കറങ്ങാം. പക്ഷേ സ്വന്തം റിസ്കിൽ വേണം ഇവിടെ കറങ്ങാൻ. എന്തെങ്കിലും സംഭവിച്ചാൽ സർക്കാരൊന്നും ഉത്തരവാദിയല്ല, പ്രൈവറ്റായിട്ട് നടത്തുന്നില്ല ഇവർ. ജാക്കറ്റോ ലൈഫ് ജാക്കറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല സംഭവം. അടിപൊളിയാണ് കേട്ടോ. കാണാൻ നമുക്ക് ഭയങ്കര അടിപൊളി സ്ഥലമാണ്. നല്ല വൈബ് തോന്നുന്ന ഒരു സ്ഥലം.